അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ അൻ-നബ 11 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന കുറച്ച് ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബനൈനാ ഫൗഖകും സബ്അൻ ഷിദാദാ വബനൈന. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. യാ കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ കൂടെ മദ്ദു വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫൗഖകും ഫ ലൈറ്റാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. സബ്അൻ ഷിദാദാ. ബ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അയിനിന് ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള ഷീന് വന്നു. തെൻവീനിനെ മറച്ചു വെച്ച് മണിച്ചോതി കൊടുക്കുക കേട്ടോ. സബ്അൻ ഷിദാദാ. അവസാനത്തിൽ ഫതഹ തെൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ മദ് ഇവളാക്കി 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യും. വജഅൽനാ സിറാജൻ വഹാജാ. വജഅൽന വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോ ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ജീമിന് ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ആം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച ഉണയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഹ അഖ്സൽ ഹൽക്കാണ് മഖ്റജ്. സൗണ്ടിന് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ശ്രദ്ധ കൂടെ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. ജീമിന് ഫതഹ തൻവീനാണല്ലോ വന്നത്, 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാം. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ ഫജ്ജാജാ. വഅൻസൽനാ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഹംസയുടെ മഖ്റജ് അഖ്സൽ ഹൽക്ക്, സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം സായ് വന്നു. ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള സായ് വന്നതുകൊണ്ട് നൂൻ സാക്കിനയെ മറച്ചു വെച്ച് മണിച്ചോതി കൊടുക്കുക കേട്ടോ. വഅൻസൽനാ ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മിനൽ മുഅ്സിറാത്ത് ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അയിനിനും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. കെസ്റയായാലും ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങൾക്ക് നാവിൻ്റെ ബേക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം കേട്ടോ. റോ ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. മാഅൻ സജ്ജാജാ. മീമിൻ്റെ കൂടെ മദ്ദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ്ദ് വാജിബ് മുത്തസിൽ 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക. മാഅൻ സജ്ജാജാ. ഹംസക്ക് ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള സ വന്നു. തെൻവീനിനെ മറച്ചു വെച്ച് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ജീമിന് ശ്രദ്ധ, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. മദ്ദും വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. അവസാനത്തിൽ ഫതഹ തെൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യും. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ. ലിനുഖ്രിജ് ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ ശ്രദ്ധ വരുമ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കാതെയാണ് ഉച്ചരിക്കുന്നത് കേട്ടോ. ലാമിന് കനം കൊടുക്കാതെ ഉച്ചരിക്കുക. ലിനുഖ്രിജ ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോ കെസ്റ ആയതുകൊണ്ട് താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ. ഹ വമീറിന് ശേഷം യാ ഉസ്സോയറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹബ്ബൻ വനബാതാ. ഹൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, സൗണ്ടിന് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ബന് ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ആം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് ഉണ്ണയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഹബ്ബൻ വനബാതാ. ബൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. അവസാനത്തിൽ ഫതഹ തെൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാം. മദ് എഴുതുക. വജന്നാത്തിൻ അൽഫാഫാ. വജന്നാത്ത് വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. നൂന് ശ്രദ്ധ, അഖ്മൽ ഓന നല്ലോണം മണിച്ചു കൊടുക്കുക.
താക്ക് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഹംസ വന്നു. തെൻവീനിനെ മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാം, തെൻവീന് ഒരുമിച്ചായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇഖ്ഫായിലും ഇദ്ഗാമിലും തെൻവീനുകൾ വേറിട്ടാണ് നിൽക്കുന്നത്. ഇദ്ഹാറിൽ മാത്രമാണ് തെൻവീനുകൾ ഒരുമിച്ച് നിൽക്കുന്നത് കേട്ടോ. ലാമ് കൽക്കലയുടെ ലെറ്ററിൽ അതുകൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ലൈറ്റാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. ഫതഹ തെൻവീന് വന്നു. തെൻവീന് ഫതഹ തെൻവീനാവുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യും. ഫതഹ തെൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.